2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം: പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം: ഹരിത ഭാവിയിലേക്കുള്ള യാത്ര. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഉത്തരം: ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചയെ പ്രതിരോധിക്കൽ. കാലാവസ്ഥാ വ്യതിയാനം മൂലം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യ രാജ്യമേത്? ഉത്തരം: വെനസ്വേല. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കുവാൻ തീരുമാനിച്ച രാജ്യമേത്? ഉത്തരം: കിർഗിസ്ഥാൻ. അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ ദിനം എന്നാണ്? മെയ് 12. ലോകത്തിലെ ആദ്യ നാഷണൽ പാർക്ക് ഏത്? ഉത്തരം: യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? ഉത്തരം: സൗദി അറേബ്യ. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? സുന്ദർലാൽ ബഹുഗുണ. ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചതെന്ന്? ഉത്തരം: 1974 ജൂൺ 5. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട വന്യജീവി സങ്കേതം ഏത്? ഉത്തരം: കരിമ്പുഴ വന്യജീവി സങ്കേതം. മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ താമസിച്ച അമേരിക്കൻ യുവതി ആര്? ഉത്തരം: ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി പ്രസ്ഥാനം ഏത്? ബിഷ്ണോയി പ്രസ്ഥാനം. കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായയെ കണ്ടെത്തപ്പെട്ട വന്യജീവി സങ്കേതം ഏത്? ഉത്തരം: ചിന്നാർ വന്യജീവി സങ്കേതം. സേവ് ഹിമാലയ മൂവ്മെന്റിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? ഉത്തരം: സുന്ദർലാൽ ബഹുഗുണ. പ്ലാസ്റ്റിക്കിന് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനം ഏത്? ഉത്തരം: ഹിമാചൽ പ്രദേശ്. പ്ലാസ്റ്റിക്കിന് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം: മഹാരാഷ്ട്ര. വാഗമണ്ണിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യമേത്? ലിസ്റ്റിയ വാഗമോണിക്ക. റാംസർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം. വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കിയ സാമൂഹിക വനവൽക്കരണ പദ്ധതി ഏത്? ഉത്തരം: വഴിയോര തണൽ. പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏത്? ഉത്തരം: ഇക്കോമാർക്ക്. സംസ്ഥാന കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പ് സംയുക്ത പരിപാടി ഏത്? ഉത്തരം: നമ്മുടെ മരം. പെൺകുഞ്ഞിന്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏത്? രാജസ്ഥാനിലെ പിപ്പലാന്ത്രി ഗ്രാമം. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1986. 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? ഉത്തരം: ഐവറി കോസ്റ്റ്. ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. 2025 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? അവർ പവർ അവർ പ്ലാനറ്റ്.
ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി ഏത്? ഉത്തരം എൻ്റെ മരം പദ്ധതി. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന സംരംഭം ഏത്? ഉത്തരം വനശ്രീ. കേരളത്തിൽ ആദ്യമായി വനം വകുപ്പ് നിർമ്മിക്കുന്ന തുളസീവനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോന്നി. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത്? ഉത്തരം വേപ്പ്. പശ്ചിമഘട്ടത്തിലെ മരങ്ങൾ സംരക്ഷിക്കുന്നതിനായി കർണാടകയിൽ അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഉത്തരം പാണ്ഡുരംഗ ഹെഗ്ഡെ. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനമേത്? ഉത്തരം മഹാരാഷ്ട്ര. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത്? കണ്ടൽ വനങ്ങൾ. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഏത്? ഉത്തരം മണ്ണെഴുത്ത്. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഹിമാചൽ പ്രദേശ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതി ഏത്? ഉത്തരം എൻ്റെ മരം പദ്ധതി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം പ്രൊഫസർ ആർ മിശ്ര. ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചതെന്ന്? 1972 ജൂൺ 5. IUCNന്റെ പ്രസിഡന്റായിരുന്ന ആദ്യ ഭാരതീയൻ ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര്? ഉത്തരം അശോക ചക്രവർത്തി. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരമേത്? ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടന ഏത്? ഉത്തരം ഗ്രീൻ പീസ് സംഘടന. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏത്? ഉത്തരം ഹ്യൂമൻ ഇക്കോളജി. WWF എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിൽ. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? വങ്കാരി മാതായി.